കമ്മ്യൂണിറ്റി റേഡിയോ ബെൽസിഗറിൽ ഇപ്പോൾ അന്ധമായ പഠനം ആരെയും എങ്ങുമെത്തിക്കില്ല. അവതരണം സുനിൽ കുരുവിള. പ്രിയപ്പെട്ടവരെ, ഇത് റിസൾട്ടൊക്കെ അറിഞ്ഞിട്ട് എല്ലാവരും അഡ്മിഷനൊക്കെ വേണ്ടി തിരക്കുകൂട്ടുന്ന ഒരു സമയമാണ്. എനിക്ക് വന്ന ഒരു 2-3 ഫോൺ കോളുകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഒരുപക്ഷെ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യും. അതുകൊണ്ട് അതൊന്ന് സംസാരിക്കാമെന്ന് വിചാരിക്കുകയാണ്. ആദ്യം എനിക്ക് വന്നൊരു കോള് ഒരു MSc കഴിഞ്ഞ ഒരു കുട്ടിയുടെയാണ്. അമ്മയാണ് വിളിക്കുന്നത്. ഏകദേശം ഒരു 24 വയസ്സുള്ള കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റിസർച്ച് സബ്ജക്റ്റ്, അതിനെ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ എവിടെയാണ്, അതുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ കുറേ നേരം ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു, എന്താണ് മകൾ വിളിക്കാത്തത്? മകൾക്ക് അതിനൊക്കെയുള്ള പ്രായപൂർത്തിയൊക്കെ ആയില്ലേ, ഇനി അമ്മ ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമുണ്ടോ? മകളെ കൊണ്ട് വിളിപ്പിക്കുന്നതല്ലേ നല്ലത്. അവൾ ആരെയും വിളിക്കില്ല, അവൾക്ക് കോൺഫിഡൻസ് ഒക്കെ തീരെ കുറവാണ്. എനിക്ക് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എന്തിനാണ് PhD കുറിച്ചും ഡോക്ടറേറ്റിനെ കുറിച്ചും ഒക്കെ അന്വേഷിക്കുന്നത്? നമുക്ക് അടിസ്ഥാനപരമായ ചില സവിശേഷതകളില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പഠിക്കുന്നതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല. ഒരു MSc കഴിഞ്ഞിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ, ആത്മവിശ്വാസത്തോടെ നിൽക്കാൻ, അവനവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ പരിമിതമായ ഒരു കോൺഫിഡൻസ് എങ്കിലും ഇല്ലാത്ത ഒരാള് വലിയ പഠനങ്ങളൊക്കെ നടത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ അവിടെ ആ അമ്മയൊന്ന് തടസ്സപ്പെടുത്തി ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം വിദ്യാഭ്യാസപരമായ കാര്യങ്ങളല്ല, നേരെ മറിച്ച് കുട്ടിയുടെ പേഴ്സണാലിറ്റിയുമായിട്ട്, കുട്ടിയുടെ ആത്മവിശ്വാസമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരം കാര്യങ്ങൾ പരിഹരിക്കാൻ അറിയാൻ വയ്യാത്തവർ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രശ്നം, കുട്ടികൾ എത്ര പ്രായമായാലും അവരെ കൊണ്ട് തീരുമാനങ്ങൾ എടുപ്പിക്കുന്നില്ല, അവരെ കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിപ്പിക്കുന്നില്ല, അവരുടെ സ്കില്ലുകളൊന്നും വളരുന്നില്ല. അങ്ങനെയുള്ള ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് ഇപ്പോഴും അവരുടെ ഹയർ സ്റ്റഡിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യവുമില്ല, ഒരുപാട് പഠിച്ചു കൂട്ടിയത് കൊണ്ട് ഒരു കാര്യമില്ല. പലപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ അതിനോട് ചേർന്ന സ്കില്ലുകളില്ലെങ്കിൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നൈപുണ്യങ്ങളില്ലെങ്കിൽ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്കൊക്കെ വെറും ടിഷ്യൂ പേപ്പറിന്റെ വിലയുള്ളൂ. ഇത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത് വിളിച്ചത് ഒരു കുട്ടി തന്നെയാണ്. ഒരു BCom ഒക്കെ കഴിഞ്ഞ ഒരു കുട്ടി 2 കൊല്ലമായിട്ട് സിവിൽ സർവീസിന്റെ പരീക്ഷ എഴുതുന്നു, അതിന് കിട്ടുന്നില്ല. അപ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാനാണ്. വളരെ ലാഘവത്തോടുകൂടി ഫോണിൽ അത്തരം ഒരു സംഭാഷണത്തിന് മുതിരുകയാണ്. ഞാൻ പറഞ്ഞു, ഒരു പ്രോപ്പർ ഗൈഡൻസ് ഒക്കെ എടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് 2-3 ആൾക്കാരുടെ അടുത്തൊക്കെ ഗൈഡൻസിന് പോയി, പക്ഷെ അവരൊക്കെ എനിക്ക് തൃപ്തികരമായ ഒരു ആൻസർ ഒന്നും എനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ ആ കുട്ടിയുമായിട്ട് ഒരു ദീർഘനേരത്തെ സംഭാഷണം നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ കുട്ടി യാതൊരു കൂടിയാലോചനയും ഇല്ലാതെ, വ്യക്തമായ ഒരു ഗൈഡൻസ് ഇല്ലാതെയാണ് സിവിൽ സർവീസ് പോലുള്ള ഒരു വലിയ പരീക്ഷയ്ക്കൊക്കെ പോകുന്നത്. ഒരു BCom കഴിഞ്ഞ ഒരു കുട്ടി, അതും ഒരു സാധാരണ കോളേജിൽ നിന്നൊരു BCom കഴിയുന്ന ഒരു കുട്ടിക്ക് എന്ത് അറിവാണ് സിവിൽ സർവീസിനെ കുറിച്ചുള്ളത്? അതിന്റെ ഏത് ഓപ്ഷനിലാണ് സബ്ജക്റ്റായിട്ട്, ഏത് വിഷയം ഓപ്ഷനിലായിട്ട് എടുക്കണം? ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ ഒരു അന്വേഷണമൊന്നും നടത്താതെ നേരെ പോയി സിവിൽ സർവീസിന് ചേർന്നു. 2 പ്രാവശ്യം പരീക്ഷ എഴുതി. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലപ്പോഴും നമ്മളെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് ആർക്കും എന്ത് നേടാമെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചൊക്കെ, നമ്മളെ പ്രലോഭിപ്പിച്ചൊക്കെ, നമ്മളെ പലതിലും കൊണ്ട് അഡ്മിഷൻ തരികയും നമ്മളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എല്ലാം മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ജോലി അവർ ചെയ്യുന്നു. അവർ തീർച്ചയായിട്ടും കൂടുതൽ കുട്ടികളെ എടുത്ത് അവർ ലാഭം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇതിനകത്തൊരു ഇരയാകണോ നമ്മൾ എന്നുള്ളത് നമ്മുടെ മാത്രം ഒരു ഉത്തരവാദിത്വമാണ്. നമുക്ക് ഈ കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തിന്റെയും ഒരു ലീഡറാകാനും സാധിക്കും, എന്തിന്റെ ഒരു വിക്റ്റിമാകാനും സാധിക്കും. ഒരു വിക്റ്റിമാകാനായിട്ട് ശ്രമിക്കരുത്. ഈ കുട്ടിയുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു സിവിൽ സർവീസിന് പോകാൻ പറ്റുന്ന ഒരു മെച്യൂരിറ്റിയും ഒരു നോളജും ഒരു കാഴ്ചപ്പാടും ദർശനവും ഒന്നും ആ കുട്ടിക്കില്ല. നല്ല ഒരു രാജ്യത്തെ പറ്റി തന്നെ വ്യക്തമായ ഒരു ബോധമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ എടുത്തു ചാടിപ്പോയി 2 കൊല്ലം കളഞ്ഞു. ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനും ഒരു കൃത്യമായ ഉത്തരമില്ലാത്ത വന്നപ്പോഴാണ് എന്നെ പോലൊരാളിനെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾ വലിയ കാര്യങ്ങൾ, വലിയ ലക്ഷ്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനുവേണ്ട പ്രിപ്പറേഷൻസും വളരെ വലുതായിരിക്കണം. നമ്മൾ ഒരു 50 കിലോമീറ്റർ ദൂരേക്ക് പോകുന്ന പോലെ അല്ല ഒരു 1000 കിലോമീറ്റർ ദൂരേക്കുള്ള ഒരു യാത്ര. അപ്പോൾ തീർച്ചയായിട്ടും കുറച്ചുകൂടെ പ്രിപ്പറേഷൻസ് അതിനാവശ്യമാണ്. മൂന്നാമത്തത്, നീറ്റ് പരീക്ഷ ഇപ്പോൾ എഴുതി, പരീക്ഷയുടെ റിസൾട്ട് വന്നു. നീറ്റിന് നല്ലൊരു സ്കോറൊന്നുമില്ല, വളരെ മോശപ്പെട്ടൊരവസ്ഥയാണ്. 2 പ്രാവശ്യം എഴുതിയ ഒരാളാണ്. വളരെ നിരാശയോടുകൂടിയാണ് വിളിച്ചത്. ആ കുട്ടി വിളിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത്, ആ കുട്ടിക്ക് ഇനി സയൻസേ പഠിക്കണ്ട, എനിക്ക് സയൻസിൽ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല,
അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചത്, സയൻസിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു കുട്ടി എന്തിനാണ് ഈ നീറ്റ് പഠിക്കാൻ പോയത്? നീറ്റ് പഠിക്കാൻ പോയി അത് ഡോക്ടറാകാമെന്നുള്ള ഒറ്റ കാരണത്തിന് വേണ്ടി പോയതാണ്. ഒരു പക്ഷേ ഒരു മാനസികമായിട്ടോ അല്ലെങ്കിൽ വൈകാരികമായിട്ടോ ഒരു പക്വത ഈ കുട്ടിയിലും കാണുന്നില്ല. കാരണം നീറ്റ് കിട്ടിയില്ല എന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇനിയും സയൻസുമായി ബന്ധപ്പെട്ട യാതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ കാണുന്നു. ഇവിടെയൊക്കെ ഞാൻ അടിസ്ഥാനപരമായി പേരൻസിനോടും കുട്ടികളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്ന കുറെ ഡിഗ്രികൾ വാങ്ങിച്ചു കൂട്ടുക, ഏതെങ്കിലുമൊക്കെ ഒരു ഫീൽഡിൽ പോയി ഒരു അഡ്മിഷൻ എടുക്കുന്നതോ അത് പഠിച്ച് ജയിക്കുന്നതോ മാത്രമല്ല. അതൊക്കെ വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സോളിഡ് ഫൗണ്ടേഷൻ വേണം. അപ്പം തീർച്ചയായിട്ടും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി, അതുപോലെ തന്നെ നമ്മൾ പോകുന്ന മേഖലയിലുള്ള ഒരു നൈപുണ്യം, നല്ലൊരു അടിസ്ഥാനം, ഒരു അടിസ്ഥാനത്തിന്റെ മേളോട്ടാണ്, ഒരു നല്ല മനുഷ്യൻ അല്ലെ ശക്തനായ ഒരു വ്യക്തി എന്നതിന്റെ മേളോട്ടാണ് നമ്മൾ ഈ പറയുന്ന കരിയറും ഒക്കെ ബിൽഡ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ തന്നെ നമുക്ക് വേണ്ട നൈപുണ്യങ്ങളും ക്വാളിറ്റീസും ഒക്കെ ബിൽഡ് ചെയ്താലേ അതിന് മേളിലോട്ട് നമുക്ക് കാര്യങ്ങളെയൊക്കെ കെട്ടിപ്പൊക്കാനായിട്ട് പറ്റും. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് വലിയ കോമ്പറ്റീഷനാണ്, നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഒന്നും കിട്ടിയെന്ന് വരില്ല. പക്ഷേ വളരെ പ്രധാനമായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിജയിക്കാൻ സാധിക്കും, പ്രൊവൈഡഡ് നിങ്ങൾ ഏത് മേഖലയിലോട്ട് പോകുന്നോ അതിന് വേണ്ട കൃത്യമായ ഒരു അടിസ്ഥാനമുള്ളവരാണെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എടുക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ തന്നെ നല്ലൊരു പ്ലാനിങ്, നമുക്കൊരു ഫോൾ ബാക്ക് ഓപ്ഷൻ എപ്പോഴും വേണം. നമ്മൾ ചെയ്യുന്ന ലക്ഷ്യത്തിന് ഒരു പക്ഷേ അത് കിട്ടാതെ വന്നാൽ എന്താണ് അടുത്ത ലക്ഷ്യം, അങ്ങനെയൊക്കെയുള്ള 1-2 പ്ലാൻ ബിയും പ്ലാൻ സിയും ഒക്കെ നമുക്കുള്ളത് നല്ലതാണ്. അതുപോലെ തന്നെ തറോ പ്രിപ്പറേഷൻ, ഒരു കാരണവശാലും നിരാശരാകാതെ കഠിനമായി നന്നായി അധ്വാനിക്കുക. ഇനിയും എവിടെയാണ് നമ്മൾ ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് അതിൽ നിന്ന് വിട്ടുപോകേണ്ട സമയത്ത് കൃത്യമായിട്ട് വിട്ടുപോവുക. ക്വിറ്റിംഗ് ഈസ് ഓൾസോ ആൻ ആർട്ട്, ക്വിറ്റിംഗ് ഈസ് ഓൾസോ ആൻ ആൻസർ. എപ്പോഴും അതിൽ കടിച്ചു തൂങ്ങി നിൽക്കണമെന്നില്ല. ചില ആൾക്കാർക്ക് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷൻ വേണ്ട ഒരു ക്വാളിറ്റി കാണില്ല, അവർ കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും. ചില ആൾക്കാരെ സംബന്ധിച്ച് തീവ്രമായ കോമ്പറ്റീഷൻ അവർക്ക് പറഞ്ഞിട്ടുള്ളതായിരിക്കത്തില്ല, നമ്മുടെ ഒരു മെന്റൽ മേക്കപ്പ് തന്നെ അതിന് ചേരുന്നതായിരിക്കത്തില്ല. കൃത്യമായി മനസ്സിലാക്കി നമുക്ക് വേണ്ടത് എന്താണെന്നൊക്കെ അവിടെയാണ് നമ്മളെ ഒന്ന് അനലൈസ് ചെയ്യാനോ അസസ് ചെയ്യാനോ ഒക്കെ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൗൺസിലിങ്ങിന്റെ ഒരു ഗൈഡൻസിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ആ ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ കൃത്യമായ പ്രിപ്പറേഷനോടുകൂടി പ്ലാനിങ്ങോടുകൂടി ഒരു സിംഗിൾ മൈൻഡഡ് ഫോക്കസോടുകൂടി മുമ്പോട്ട് പോവുക. വിജയം ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.